നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രണ്ടാഴ്ച മുൻപാണ് കോട്ടയം സ്വദേശിനിയായ ശില്പ എന്ന യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വാർത്ത മലയാളികൾ ഞെട്ടലോടെ കേട്ടത്. ഇന്ന് മലപ്പുറം താനൂരിൽ നിന്ന് സമാനമായ രീതിയിൽ മറ്റൊരു അമ്മയുടെ ക്രൂരത. 3 ദിവസം പ്രായമായ കുഞ്ഞിനെ യുവതി കൊന്നു കുഴിച്ചു മൂടി. താനൂർ സ്വദേശിനിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ സ്വന്തം കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്താനുള്ള കാരണം എന്താകുമെന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണ് രാവിലെ മുതൽ ഉയർന്നത്. കാരണം ഈ യുവതിയുടെ മൊഴി അവർക്ക് മാനസിക പ്രയാസമുണ്ട്, ഭർത്താവുമായുള്ള തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം 3 കുട്ടികളുടെ ഒരു അമ്മയാണ്. 4ാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ഈ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തി പിന്നീട് ആ മൃതശരീരം കുഴിച്ചു മൂടുന്നൊരു സാഹചര്യം. ഈ രീതിയിൽ ക്രൂരമായ രീതിയിൽ ഈ അമ്മയ്ക്ക്, ഈ യുവതി ഇങ്ങനെ പെരുമാറാനുള്ള അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താകുമെന്നാണ് പോലീസ് പറയുന്നത്. ടോം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് താനൂർ പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളുമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. 24-ാം തീയതിയാണ് യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. 3 ദിവസം സാധാരണ പ്രസവമായിരുന്നു. 3 ദിവസത്തെ ചികിത്സകൾക്ക് ശേഷം യുവതി വീട്ടിൽ തിരിച്ചെത്തുകയും അന്ന് രാത്രി തന്നെ ആ 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ വീടിനടുത്ത് തന്നെ കുഴിച്ചിടുകയും ചെയ്തു. ഇതാണ് സംഭവമുണ്ടായത്. ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ പോലീസ് പറയുന്നത്, യുവതിക്ക് ഭർത്താവുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭർത്താവിൽ നിന്ന് കഴിഞ്ഞ 1 വർഷമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു. തുടർന്ന് യുവതിക്ക് മറ്റൊരു ബന്ധത്തിലാണ് ഈ കുഞ്ഞ് ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്ന് ആണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നൽകുന്ന വിവരവും അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ ഒരു യുവതി ഗർഭിണിയായ സമയത്ത് വയറ്റിൽ മുഴയാണെന്നെല്ലാം പറഞ്ഞ് ഗർഭം നാട്ടിൽ പരിചയക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു. തുടർന്ന് പ്രസവത്തിന് ശേഷം ഈ കുഞ്ഞിനെ കൊന്ന് അങ്ങനെ ഒരു സംഭവമേ തൻ്റെ ജീവിതത്തിലില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കുട്ടിയെ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് പ്രദേശവാസി ഇവരെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയിരുന്നു. അത്തരത്തിൽ ഇവരും ഈ ആശാ വർക്കേഴ്സും ഇവർക്കെല്ലാം തോന്നിയ സംശയത്തെ തുടർന്നാണ് പോലീസിനെ ഇവർ വിവരം അറിയിച്ചത്. പോലീസ് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു വിവരം നടുക്കുന്ന ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായി പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. തൻ്റെ മാനഹാനി ഭയന്ന് കുഞ്ഞിനെ 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ടോം. അനുമോദ്, 3 ദിവസം പ്രായമായ കുഞ്ഞാണ്. അതായത് ഇവരുടെ ഈ കുഞ്ഞിനെ പ്രസവിച്ച വിവരം പുറത്താരും അറിഞ്ഞിരുന്നില്ല. ഈ 3 ദിവസം ഇവർ ഈ കാര്യങ്ങളെല്ലാം ബന്ധുക്കളിൽ നടക്കം മറച്ചു വയ്ക്കുകയായിരുന്നോ? ഈ യുവതി ഭർത്താവിൽ നിന്ന് പിണങ്ങി വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായ വിവരം വീട്ടിലുള്ള 1-2 പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി വയറെല്ലാം മറച്ചു കെട്ടി വയറ്റിൽ മുഴയാണെന്നെല്ലാമാണ് ഇവർ പരിസരവാസികളോടും അല്ലെങ്കിൽ അന്വേഷിക്കുന്നവരോടൊക്കെ പറഞ്ഞിരുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് പോയപ്പോഴും ഈ യുവതിയുടെ അമ്മയും അതുപോലെ അത്രയും അടുത്ത ആരൊക്കെയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. മറ്റാരും ഈ ഒരു വിഷയത്തിൽ അറിയുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം അത്ര രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ യുവതിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർക്ക് തോന്നിയ ഒരു സംശയമാണ് ഇത് പോലീസിലേക്ക് അറിയിക്കാനും തുടർന്ന് ആശാ വർക്കേഴ്സ് നടത്തിയ അന്വേഷണവും. സ്വാഭാവികമായിട്ടും ആശാ വർക്കേഴ്സിന് ഈ വീടുകളിലൊക്കെ നല്ല ബന്ധങ്ങളുണ്ടായിരിക്കും. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസിന് വിവരങ്ങൾ ലഭിച്ചതും പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ഈ 10 മാസം ഈ ഒരു വയർ മറച്ചു വെച്ച് വയറ്റിൽ മുഴയാണെന്നെല്ലാം പറഞ്ഞ് സുഹൃത്തുക്കളെയും പരിചയക്കാരെയും എല്ലാം മറച്ചു വെച്ച് ഇവർ 10 മാസത്തോളം ജീവിക്കുകയും തുടർന്ന് പ്രസവിച്ച് വീട്ടിലെത്തി 3 ദിവസം 4-ാം ദിവസം ആ കുട്ടി ലോകം കണ്ടിട്ടില്ല. അതിനു മുമ്പ് ആ കുഞ്ഞിനെ അമ്മ തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് ജീവനെടുത്ത് കുഴിച്ചിടുകയും ചെയ്തു. വളരെ നടുക്കമുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന അവിശ്വസനീയമെന്നൊക്കെ ആദ്യം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് താനൂരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ടോം. തീർച്ചയായും അനുമതി സൂചിപ്പിച്ചതുപോലെ വളരെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കാരണം
നമുക്കറിയാം ഈ അമ്മമാരുടെ ഒരു നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചൊക്കെ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അനുമതി ഇതുപോലെ സമാനമായൊരു വാർത്ത പാലക്കാട് നിന്ന് വന്നിരുന്നു. ഒരു കോട്ടയം സ്വദേശിനിയായ ശില്പ എന്ന യുവതി സ്വന്തം കുഞ്ഞിനെ, അതായത് മാസങ്ങൾ മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. അവിടെ ഒരു ലിവിങ് ടുഗദർ റിലേഷൻ, അതേ തുടർന്നുണ്ടായ കുട്ടിയാണ്. ഈ പങ്കാളി ഉപേക്ഷിച്ച് പോയതിൻ്റെ ഒരു ദേഷ്യം അടക്കമുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി പോലീസ് പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു വ്യത്യസ്തമായൊരു കാരണമാണ് പറയപ്പെടുന്നത്. ഒരു അവിഹിത ബന്ധം, അതേ തുടർന്ന് കുഞ്ഞുണ്ടാകുന്നു. ഈ ഒരു വിഷയത്തിൽ അവരുടെ മറ്റു കുഞ്ഞുങ്ങൾ, അതായത് 3 മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 3 മക്കളും ഈ യുവതിക്കൊപ്പം തന്നെയായിരുന്നോ താമസം? ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ മറ്റു മക്കൾ, ഇവരുടെ ഈ യുവതിയുടെ മറ്റു 3 മക്കളും ഒപ്പം ഉണ്ടായിരുന്നോ? ഈ കുട്ടികൾ കുറച്ച് ദിവസങ്ങളായി ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് എന്നാണ് നമുക്ക് അവിടെ അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കുട്ടികളെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിവരം ആ പരിസരവാസികളും മറ്റും തരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കുട്ടികളും അവരുടെ പിതാവുമായിട്ട്, അതായത് ഈ പിണങ്ങിപ്പോന്ന യുവതിയുടെ ഭർത്താവുമായിട്ട് നല്ല ബന്ധത്തിലാണുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ അമ്മയുമായിട്ട് അത്ര വലിയ ബന്ധം ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ സമയത്ത് ഈ കുറച്ച് ദിവസങ്ങളായി ഈ 3 കുട്ടികളും ഈ യുവതിയുടെ കൂടെയല്ല എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്നത്. മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു വളരെ നടുക്കുന്ന വാർത്ത രാവിലെ പുറത്തു വന്നത്. വെറും 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ യുവതി കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നു. താനൂർ സ്വദേശിനിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇവർക്ക് 3 കുട്ടികളുണ്ട്. ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. 1 വർഷത്തിലധികമായി ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. അതിനിടെ മറ്റൊരു ബന്ധത്തിൽ ഇവർ ഗർഭിണിയാകുന്നു, കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇത് മറച്ചു വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സമീപകാലത്ത് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അടിക്കടി ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു കോട്ടയം സ്വദേശിനിയായ ശില്പ എന്ന യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ പ്രായമായ കുഞ്ഞിനെ പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അമ്മ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് ഈ സമീപ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ യുവതികൾ അല്ലെങ്കിൽ അമ്മമാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ദയ കാണിക്കാത്ത അവസ്ഥ എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതാണ്. പല രീതിയിലുള്ള, അതായത് പ്രസവാനന്തരം അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക. കാരണം ഈ സമീപ ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ്. ഇന്ന് മക്കളില്ലാത്ത നിരവധി ദമ്പതികളുണ്ട്. ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിരവധി അമ്മമാരുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള ഈ താനൂരിലെ യുവതിയെപ്പോലുള്ള അമ്മമാരുടെ ക്രൂരതകൾ പുറത്തു വരുന്നത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ദുരൂഹമരണ കേസാണ്. ആ കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കേസിലെ മുഖ്യ പ്രതിയാണ് പിടിയിലായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു. അതായത് തങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്യില്ല, ഇതിൽ ദുരൂഹതയുണ്ട്, കൊലപാതകമാണ് നടന്നതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതോടൊപ്പം ഈ പോലീസിൻ്റെ ഭാഗത്ത് കേസിൻ്റെ തുടക്കം മുതൽ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായെന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവും ആരോപിക്കുന്നുണ്ട്. പോലീസ് ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. അത് ഇപ്പോഴല്ല, അത് ആദ്യ സമയത്ത് അവന്റെ ബോഡി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് ഇതിനെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. അവിടെ വെച്ചിട്ട് വൈത്തിരി SI ഇവിടുന്ന് പോയ ആൾക്കാരോട് പറഞ്ഞു, ഇതൊരു ആത്മഹത്യയാണ്, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ ബോഡി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വേറെ സംശയിക്കേണ്ട കാര്യമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പരാതി അവർ കൊടുത്തു. ഇവിടുന്ന് പോയ ആൾക്കാർ, ഞാൻ പോയിട്ടില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു ആ സമയത്ത്. ഇവിടുന്ന് പോയ ബന്ധുക്കൾ ഒരു പരാതി കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ വരുന്ന സമയത്ത് പൊതുദർശനത്തിന് വച്ചിട്ട് വരുന്ന സമയത്ത്
അവിടുത്തെ കുറച്ച് നല്ലതായ സുഹൃത്തുക്കൾ ഇവിടുന്ന് പോയ ആൾക്കാർക്ക്, എൻ്റെ അളിയൻ ഉൾപ്പെടെ പോയത്, അവർ കുറച്ച് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിൽ വിളിക്കണം, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം, സിദ്ധാർത്ഥൻ്റെത് ആത്മഹത്യയല്ല എന്ന് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് സംശയങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേ അറിയുന്നത് ക്രൂരമായ റാഗിങ്ങിലോ 3 ദിവസമായിട്ട് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ 3 ദിവസം മുമ്പ് മുതൽ ക്രൂരമായ റാഗിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂമിനകത്തിട്ട് ഇവന്റെ സഹപാഠികൾ ഉൾപ്പെടെ പഠിക്കുന്ന റൂംമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ് മാത്രമല്ല റൂംമേറ്റ്സും പിന്നെ സീനിയേഴ്സ്, സിഞ്ചോ എന്ന് പറയുന്ന ഒരു സീനിയർ ഉണ്ട്, അവന്റെ നേതൃത്വത്തിലും സഹപാഠികളും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ക്രൂരമായി റാഗിയെ കൊന്നെന്നാണ് പറഞ്ഞത്. അതിൽ ചേർ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലെല്ലാം കിട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് ക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥ് ഇരയായി എന്നാണ് പിതാവ് ജയപ്രകാശ് നേരത്തെ ന്യൂസ് 18നോട് പറഞ്ഞത്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്, 11 പേർ പിടിയിലാകാനുണ്ട്. കേസിലാകെ 18 പ്രതികളാണുള്ളതെന്ന് DYSP വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഇന്ന് പിടിയിലിരിക്കുന്ന ഒരാളെ പാലക്കാട് നീലാത്തൊരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ഇനി 11 നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകളുണ്ട്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ? ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കുലർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുന്നുണ്ട്. ജിൻസ്, നേരത്തെ ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിച്ചത്. കേസ് ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ ഇടപെടലുണ്ടായി. അതോടൊപ്പം സർവകലാശാലയും ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ SFI പ്രവർത്തകർ, SFIയുടെ നേതാക്കളെ അടക്കം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതി അടക്കമാണ് പിടിയിലായിരിക്കുന്നത്. ഇനി കേസിൽ 11 പേർ പിടിയിലാകാനുണ്ട്. ഇതിൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ഒളിവിലുള്ളതിൽ എല്ലാ പ്രതികളും SFIയുടെ നേതാക്കളും പ്രവർത്തകരും തന്നെയാണോ? ടോം, നേരത്തെ സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിച്ചതുപോലെ തന്നെയാണ് കോളേജിൽ ആൾക്കൂട്ട വിചാരണയും അതുപോലെ തന്നെ ക്രൂരമർദ്ദനവും അരങ്ങേറി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരിച്ച സിദ്ധാർത്ഥിനെ റാഗിംഗ് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും മുഖ്യ പങ്കുണ്ട് എന്ന് കരുതുന്ന അഖിലിനെയാണ് അന്വേഷണ സംഘം ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഒളിവിലായിരുന്നു. ഈ പ്രതിയെ പാലക്കാട് നിന്നായിരുന്നു പിടികൂടിയത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് ഉച്ചയോടുകൂടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത്. കൽപ്പറ്റ DYSP TN സജീവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതേസമയം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി S. അഭിഷേകാണ് ഈ SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കേസിൽ ഒളിവിലായിട്ടുള്ള K. അരുൺ SFI യൂണിറ്റ് പ്രസിഡന്റാണ്. ഈ അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയിയാണ് ഈ വീട്ടിൽ പോയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഈ രഹൻ സിദ്ധാർത്ഥിന്റെ സഹപാഠിയാണ്. രഹനെ കൊണ്ടാണ് നേതാക്കൾ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത്. രഹന്റെ വാക്ക് വിശ്വസിച്ച് ഈ സിദ്ധാർത്ഥ് പിന്നീട് ക്യാമ്പസിൽ എത്തുകയായിരുന്നു. പിന്നീട് 16-ാം തീയതി വൈകിട്ട് ഈ സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെത്തുകയും അന്ന് ഈ പ്രതികളെല്ലാം തന്നെ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ക്രൂരമായ പീഡനത്തിന് സിദ്ധാർത്ഥ് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. 20-ലധികം പേർ വിചാരണ നടത്തിയിട്ടുണ്ട്. ഈ മർദ്ദനമേറ്റ മുറിവുകളും ചതവുകളും വേദന സഹിച്ചുകൊണ്ടായിരുന്നു ദിവസങ്ങളോളം ഈ സിദ്ധാർത്ഥൻ കഴിഞ്ഞത്. സംഭവം പുറത്തു പറയാൻ ഒരു വിദ്യാർത്ഥിയും ധൈര്യപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കണ്ടുനിന്ന ഒരു വിദ്യാർത്ഥി കരയുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മോട് പറയുന്നത്. ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് അവരുടെ മൗന അനുവാദത്തോടു കൂടിയായിരുന്നു ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം നടന്നത് എന്നുള്ളതാണ് നിലവിൽ ആരോപിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കോളേജ് ക്യാമ്പസിൽ നിന്നും പുറത്തു വരുന്നത്. സീനിയർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വിചാരണ കോടതി നിലവിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. കുട്ടികൾ തമ്മിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി
കൂട്ടവിചാരണയ്ക്ക് വിധേയമാകും. അതിനുശേഷം ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം ഇവർ തന്നെ ശിക്ഷയും വിധിക്കും എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പിന്നീട് ഇങ്ങനെ, അതായത് ജിൻസ്, നമ്മൾ ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത, കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നിന്നും കേൾക്കാത്തൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥി കോടതി. അത് ഒരു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഇത്തരം ഒരു വിചാരണ കോടതിയുള്ള വിവരം അവിടുത്തെ അധ്യാപകർക്കും കോളേജ് ക്യാമ്പസ് അധികൃതർക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണോ? ഇതെന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു ആദ്യത്തെ ഇരയായിരിക്കില്ല, വിചാരണ കോടതിയുടെ ആദ്യത്തെ ഇരയായിരിക്കില്ല ഒരിക്കലും സിദ്ധാർത്ഥ്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപ് ഈ കോളേജിൽ നിന്ന്, ഈ ക്യാമ്പസിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇതുപോലുള്ള റാഗിംഗ് ക്രൂരതയുടെ കഥകൾ? ടോം, സത്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത് ആദ്യത്തെ സംഭവമാകാൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത കാര്യമാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതായത് കുട്ടികൾ തമ്മിൽ ഇത്തരത്തിൽ തർക്കമുണ്ടായാൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി അത് കൂട്ടവിചാരണ ചെയ്യപ്പെടുന്നു, അവര് തന്നെ ശിക്ഷ വിധിക്കുന്നു. പിന്നീട് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം വീണ്ടും ശിക്ഷ ആവർത്തിച്ചാൽ വീണ്ടും ശിക്ഷ കടുപ്പിക്കും. ഇത് പോലീസ് കോളേജ് അധികൃതരെ പരാതി പറയാനോ അല്ലെങ്കിൽ പോലീസിൽ പരാതി പറയാനോ പാടില്ല എന്നുള്ള റൂളാണ് ഇവർ നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയപ്പോൾ പോലും ഈ പതിവ് രീതിയായിരുന്നു പിന്തുടരുന്നത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഈ വിവരം പുറത്തു പോകില്ല എന്നുള്ള ഉറപ്പ് ഈ പ്രതികൾക്കുണ്ടായിരുന്നു. മരണം സംഭവിച്ചതോടെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പരാതിപ്പെട്ടതോടുകൂടെ മാത്രമാണ് ഈ ക്രൂര കൃത്യങ്ങളുടെ ഈ സംഭവം തന്നെ പുറത്തു വരുന്നത്. ടോം, നിലവിലെ ഈ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ കേസിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നാലെ ഈ കോളേജ് അധികൃതർ, സർവകലാശാല അധികൃതർ കേസ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഹപാഠികളോട് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ റാഗിംഗ് നടന്നു, സിദ്ധാർത്ഥ് ക്രൂരമായ മർദ്ദനത്തിനിരയായി തുടങ്ങിയ കാര്യങ്ങൾ ബന്ധുക്കളോട് പറയരുത്, ശവസംസ്കാര ചടങ്ങുകൾക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പങ്കുവെക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം ഈ കോളേജ് അധികൃതർ നൽകിയെന്ന ഒരു ആരോപണം കൂടി പുറത്തു വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതായത് പിന്നീട് ഈ സിദ്ധാർത്ഥിൻ്റെ സഹപാഠികളായിട്ടുള്ള ചില പെൺകുട്ടികളാണ് ഇക്കാര്യം തുറന്നു പറയാൻ അവർ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായി എടുത്തു നോക്കിയാൽ SFIയുടെ ഈ ഒരു ഗുണ്ടാ വാഴ്ച നടക്കുന്ന ഒരു ക്യാമ്പസിൽ ഈ രീതിയിൽ ധൈര്യമായി ആ പെൺകുട്ടികൾ തുറന്നു ഇല്ലായിരുന്നുവെങ്കിൽ, ഈ സിദ്ധാർത്ഥ നേരിട്ട ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഈ സിദ്ധാർത്ഥ് ഈ ക്യാമ്പസിനകത്ത് വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റ വിവരവും അതേ തുടർന്നുള്ള സംഭവവികാസങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരുമായിരുന്നോ ജിൻസ? തീർച്ചയായും എല്ലാവരെയും ഈ കണ്ടുനിന്ന ആളുകളെ എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ കോളേജിലെ ഹോസ്റ്റലിലെ 21 നമ്പർ മുറിയിൽ വെച്ചായിരുന്നു ക്രൂര പീഡനത്തിന് സിദ്ധാർത്ഥൻ ഇരയാകേണ്ടി വന്നത്. 25-ലധികം പേർ ഈ വിചാരണ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ മർദ്ദനമേറ്റ സിദ്ധാർത്ഥിന് മുറിവുകളും ചതവുകളും എല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ 3ഓളം ദിവസം സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പോലും ഒരു കുട്ടി പോലും ഇത് പറയാതിരിക്കുകയും പിന്നീട് മരണത്തിലേക്ക് നയിച്ചപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം പുറത്തു വരാൻ വിദ്യാർത്ഥികൾ പോലും പുറത്തു പറയാൻ ഈ വിദ്യാർത്ഥികൾ സമ്മതിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാൽ പോലും ഈ ആദ്യമേ തന്നെ ഇത്തരത്തിൽ സംഭവം ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ ഈ സംഭവത്തെ കുറിച്ച് യാതൊരു വിധ കാര്യങ്ങളും പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് കുട്ടികൾ പറയുന്നത്. അതേസമയം തന്നെ ഈ കോളേജ് അധികൃതർക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ സംഭവം ഉണ്ടായി 4 ദിവസത്തിനകമാണ് ഇവർ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിനുശേഷം ഈ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള 12 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇത്ര ദിവസം പിന്നിട്ടിട്ടും കൃത്യമായി ഈ പ്രതികളെ പിടികൂടുന്നതിലോ അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സ്വീകരിച്ചു എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ ആയിരുന്നു ഈ മൊഴിയെടുക്കാൻ 8 പേരെ വിളിപ്പിച്ചത്. ഇതിൽ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് കൃത്യമായ ഈ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആൾക്കൂട്ട വിചാരണയ്ക്കടക്കം പങ്കെടുത്തവരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. 6 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇനിയും 11 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവരെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കാണാൻ കഴിയുന്നത്. ടോം, ജിൻസ്, ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബം, പിതാവ് ജയപ്രകാശ് അടക്കം ആരോപിച്ച കാര്യം മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അമ്മയെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഉടൻ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട്ടെ സ്വന്തം വീട്ടിലേക്ക് വരും എന്ന അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു.
അങ്ങനെയുള്ളൊരു മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം സിദ്ധാർത്ഥിൻ്റെ തലയോട്ടി പൊട്ടിയതായി, അത്രയ്ക്കും ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥ് ഏറ്റു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് ആ രീതിയിൽ, അതായത് ആത്മഹത്യക്കപ്പുറം ഒരു കൊലപാതക സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ആദ്യമേ തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായി എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം കേസ് അന്വേഷണം കൽപ്പറ്റ ഡിവൈഎസ്പി ആയിട്ടുള്ള TN സജീവനായിരുന്നു. എന്തായാലും അദ്ദേഹം നിലവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ സിദ്ധാർത്ഥ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ വ്യക്തമാകുന്നത്. ശരീരത്തിൽ 3 നാൾ വരെയുള്ള പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഈ സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഈ മരണത്തിന്റെ 2-3 ദിവസം മുൻപുണ്ടായ പരിക്കുകളാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൂടാതെ ഈ തലയ്ക്കും താടിയെല്ലിനും മുതുകിനുമെല്ലാം വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിട്ടുണ്ട്. കനമുള്ള എന്തെങ്കിലും കൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് നിലവിലെ നിഗമനം. എന്നാൽ ഈ തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണവുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. ഈ കേസിൽ ഇപ്പോൾ 11 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. ഈ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവർ, അതായത് ഉത്തരവാദിത്തപ്പെട്ട കോളേജ് യൂണിയൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്നവരടക്കമാണ് ഇനി കേസിൽ പിടിയിലാകാനുള്ളത്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രത്യേകിച്ചും ഭരണപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട SFIയുടെ നേതാക്കൾ, അവരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെ ആർഷോ പറഞ്ഞതുപോലെ അത്തരത്തിൽ SFI ഉണ്ടായിരുന്ന 4 പ്രവർത്തകരായിരുന്നു. അവരെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമുള്ളവരെ പുറത്താക്കും. അത്തരത്തിൽ യാതൊരു സംരക്ഷണവും നൽകില്ല എന്നുള്ളതാണ് SFI മുൻ സെക്രട്ടറി ആയിട്ടുള്ള ആർഷോ പറഞ്ഞത്. അതേസമയം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 6 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇതിൽ SFI യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി KS അഭിലാഷ് ഈ SFI യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കേസിൽ ഒളിവിലുള്ള K അരുൺ SFI യൂണിറ്റ് പ്രസിഡന്റാണ്. അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയ് SFI പ്രവർത്തകനാണ്. എന്തായാലും ഇവരെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇന്നലെ മൊഴിയെടുക്കാൻ വേണ്ടി 8 പേരെയായിരുന്നു വിളിപ്പിച്ചത്. ഇതിൽ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതേസമയം തന്നെ ഈ പോലീസ് പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടിക വലുതാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിപട്ടിക നീളുമെന്ന് പോലീസ് വ്യക്തമാക്കിയത്. ഈ കോളേജിനകത്ത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സംഭവത്തിൽ 18 പ്രതികളാണ് ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 6 പേരുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി SFI നേതാക്കൾ അടക്കമുള്ള 11 പേർ ഇപ്പോഴും ഒളിവിലാണ്. എന്തായാലും നിലവിൽ ഈ പ്രതികളെ പിടികൂടാനുള്ള ഊർജിത നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടോം, ജിൻസ് തോട്ടുകരയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. അഖിലിനെയാണ് പാലക്കാട് നിന്ന് പിടികൂടിയത്. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിൽ അഖിലിനും പങ്കുണ്ടെന്നാണ് വിവരം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞു. വിയർക്കാതിരിക്കാൻ സ്പോട്ട് ലൈവ് തുടരുന്നു. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ വാട്ടർ ടാങ്കിൽ മനുഷ്യന്റെ അസ്ഥികൂടം. വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം പുറത്തെടുത്തു. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിലാണ് ഇന്നലെ അസ്ഥികൂടം കണ്ടെത്തിയത്. കഴക്കൂട്ടം പോലീസും ഫയർഫോഴ്സും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയാണ് പരിശോധന ആരംഭിച്ചത്. ആത്മഹത്യ എന്നാണ് നിഗമനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, പല രീതിയിലുള്ള ദുരൂഹതകൾ, അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊരു കൊലപാതകം, ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം വാട്ടർ ടാങ്കിൽ മൃതദേഹം തള്ളിയതാണ് എന്ന് സംബന്ധിച്ച ഒരു സംശയങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ആത്മഹത്യ എന്നൊരു പ്രാഥമികമായ നിഗമനത്തിലാണോ പോലീസ് ഉള്ളത്?
നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 വർഷത്തോളം പഴക്കമുണ്ട് ഈ അസ്ഥികൂടത്തിന് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം ഈ ഉപയോഗശൂന്യമായ ഒരു വാട്ടർ ടാങ്കാണ് ഈ കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിനോട് അടുത്തുള്ള ഈ 15 അടിയോളം ഉയരമുള്ള ഈ വാട്ടർ ടാങ്ക്. അതിൻ്റെ അകത്താണ് ഈ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കിനുള്ളിലാണ് ഇപ്പോൾ ഈ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. സമീപത്തായി ബാഗ്, അതോടൊപ്പം തൊപ്പി ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. തൊപ്പിയും അതോടൊപ്പം തന്നെ ടൈ ഇവയൊക്കെ പരിശോധനകൾക്ക് വിധേയമാക്കും. ഫോറൻസിക് സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെയാണ് ഇത് പുരുഷൻ്റെ അസ്ഥികൂടമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ എപ്പോഴും സുരക്ഷയുള്ള, അതായത് സദാസമയം 24 മണിക്കൂറും സുരക്ഷയുള്ളൊരു ക്യാമ്പസ് കൂടിയാണ് കാര്യവട്ടം ക്യാമ്പസ്. ആ ക്യാമ്പസിനുള്ളിൽ 1 വർഷത്തിലധികമായി ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ട് അത് പുറം ലോകത്ത് അറിയാതിരുന്നത് എങ്ങനെയെന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഈ കാലഹരണപ്പെട്ട ഈ വാട്ടർ ടാങ്ക് അത് അവിടുന്ന് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാൻ ഒരുങ്ങുകയാണ് ഫയർഫോഴ്സ്. കാരണം ഇതിനു മുമ്പും ദുരൂഹമായ മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകളൊക്കെ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ അസ്ഥികൂടം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ടോം സൂചിപ്പിച്ച പോലെ ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടം, ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ അത് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് കഴക്കൂട്ടം പോലീസ് അറിയിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും ഫോറൻസിക് സംഘവുമൊക്കെ വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നടത്തുന്നുണ്ട്. പഴക്കമുണ്ട് ഈ അസ്ഥികൂടത്തിന്, 1 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലമായിരുന്നു ഇത്? ഇത്രയും നാളായിട്ടും ഈ ഒരു സംഭവം, ഈ അസ്ഥികൂടം ആരുടെയും ശ്രദ്ധയിൽ പെട്ടിരുന്നില്ലേ അവിടെയൊന്നും? അതുകൊണ്ട് തന്നെയാകാം ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഈ 1 വർഷത്തിനകത്ത് ആ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുകയോ അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യവാസം ഇല്ലാത്ത തരത്തിൽ എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം. കാരണം ആരും അവിടേക്ക് പോകാറില്ല. ഇത് ഉപയോഗശൂന്യമായ ഒരു വാട്ടർ ടാങ്കാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും എത്തി നോക്കാറുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ സ്വാഭാവികമായി നടത്തുന്ന പരിശോധനകൾക്കിടയിലാണ് ഇങ്ങനെ ഈ 15 അടി താഴ്ചയിൽ ഈ വാട്ടർ ടാങ്കിനകത്ത് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഈ അസ്ഥികൂടം കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസിൻ്റെയും ഫോറൻസിക് സംഘത്തിൻ്റെയും അഗ്നിശമന സേനയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇത് സമീപത്ത് നിന്ന് അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്കിനുള്ളിൽ നിന്ന് തന്നെ ബാഗും ടൈയും ഒക്കെ കണ്ടെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത്, സദാസമയം സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് 1 വർഷത്തിലധികമായി ഇങ്ങനെയൊരു മരണം സംഭവിച്ചിട്ട് എന്തുകൊണ്ട് അന്വേഷണങ്ങൾ നടന്നില്ല, അല്ലെങ്കിൽ അറിയാതെ പോയത് എന്തുകൊണ്ടെന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ആരുടെ അസ്ഥികൂടമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. അതിനാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം. അതായത് കോളേജിൽ നിന്ന് കാണാതായ ആരെങ്കിലുമാണോ അതോ മറ്റു പുറത്തു നിന്ന് ആരെങ്കിലും ഇപ്പോൾ പുരുഷന്റെ അസ്ഥികൂടം എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ ഇത് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് സമീപത്ത് നിന്നൊരു ബാഗ് അടക്കം ലഭ്യമായിട്ടുണ്ടല്ലോ. അത് ഏതെങ്കിലും വിദ്യാർത്ഥികളുടേതാണോ? കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വയനാട് പൂക്കോട് സർവകലാശാലയിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട വാർത്ത, ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഈ കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. പല ദുരൂഹ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഈ സ്ഥലത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ പലരുടെയും മൃതദേഹങ്ങൾ അസ്വാഭാവികമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആ രീതിയിൽ ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മരണപ്പെട്ടത് ഒരു വിദ്യാർത്ഥിയാണ് എന്നൊരു നിഗമനമുണ്ടോ അതോ ഒരു കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പോലീസ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുത്തുകയുള്ളൂ? 1 വർഷത്തിന് മുമ്പ് കാണാതായത് അല്ലെങ്കിൽ 1 വർഷത്തിലധികം പഴക്കമുണ്ട ഈ അസ്ഥികൂടത്തിന് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അത് സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇതിനോടകം അറിയേണ്ട സമയമായിട്ടുണ്ട്. കാരണം 1 വർഷത്തിലധികം ഒന്നും ഒരാളെ കാണാതിരുന്നാൽ അന്വേഷണം നടക്കാതിരിക്കില്ല, അല്ലെങ്കിൽ തിരക്കി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഒരു വിദ്യാർത്ഥിയുടേതാകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. കാരണം കോളേജിൽ നിന്ന് അങ്ങനത്തെ മിസ്സിംഗ് കേസുകളൊന്നും സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം പുറത്തുനിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠനത്തിന് വേണ്ടി എത്തുന്നതാണ്. അത്തരത്തിൽ പഠന മികവിൽ പേരുകേട്ട ഒരു
ഒരു ക്യാമ്പസ് തന്നെയാണത്. ആ ക്യാമ്പസിൽ സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ നേരത്തെയും ദുരൂഹമായ ചില മരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ അസ്ഥികൂടം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആരുടേതാണ് ഈ അസ്ഥികൂടം എന്ന കാര്യത്തിൽ ഈ ബാഗ് വിശദമായി പരിശോധിക്കുന്നതിലൂടെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴക്കൂട്ടം പോലീസിന് കഴിയും. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആൾ ആരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ടോം, ഞാൻ ഈ തൂങ്ങിയ മരണം നടന്നതായി പോലീസ് സംശയിക്കുന്നത് ഈ വാട്ടർ ടാങ്കിനുള്ളിൽ ഈ കെട്ടിയ കയർ, ഈ മൃതദേഹം കെട്ടിയ കയർ കണ്ടെത്തിയെന്ന് പറയുന്നു. ഇതാണോ ഒരു ആത്മഹത്യയാണ് അതല്ലെങ്കിൽ തൂങ്ങിയ മരണമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്? സ്വാഭാവികമായി മറ്റൊരു വശം കൂടി പരിശോധിക്കാൻ മേലെ ഒരാളെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? അങ്ങനെയുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഒരു മരണം അസ്വാഭാവികമായി സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തി കഴിയുമ്പോൾ അതിൽ കൃത്യമായ ഒരു കാലനിർണ്ണയം ഒക്കെ വരുത്തിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടമെന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ച മരണം എന്നത് തന്നെയായിരിക്കാം. നിലവിൽ അത് തൂങ്ങി മരണമാണ്, ആത്മഹത്യയാണ് എന്ന തരത്തിലാണ് വിലയിരുത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ പോലീസിന്റെ പരിശോധന പരിധിയിൽ വരും, അന്വേഷണ പരിധിയിൽ വരും. ഇത് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന ബാഗും മറ്റ് വസ്തുക്കളും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അത്തരം അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് കടക്കുക. മറ്റ് വിശദാംശങ്ങളൊന്നും ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ടോം, ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ? അങ്ങനെ പോലീസ് സ്റ്റേഷനുകൾ, ഈ സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ആരുടെങ്കിലും തിരോധാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളോ മറ്റോ വന്നിരുന്നോ? ആ ഒരു തലത്തിലേക്ക് കൂടി പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ, പ്രത്യേകിച്ചും ഇത്തരമൊരു അസ്വാഭാവികമായ രീതിയിൽ അസ്ഥികൂടം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ? സ്വാഭാവികമായി അന്വേഷണം ആ വഴിയിലേക്കൊക്കെ നീങ്ങേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് സൂചന. പക്ഷേ നിലവിൽ അത്തരം മിസ്സിംഗ് കേസുകൾ എന്തെങ്കിലും കണ്ടെത്തുകയോ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഈ അസ്ഥികൂടം കണ്ടെത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ബാഗ്, മറ്റ് വസ്തുക്കളൊക്കെ നടത്തുന്ന സയന്റിഫിക് പരിശോധനയിലൂടെ ലഭ്യമാകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർന്നുള്ള അന്വേഷണം മുമ്പോട്ട് നീങ്ങുകയുള്ളൂ. കാരണം പോസ്റ്റ്മോർട്ടത്തിനൊന്നും വിധേയമാക്കാൻ കഴിയുന്ന തരത്തിലല്ല കാര്യങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ DNA പരിശോധനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കാനും പോലീസിനും കഴിയുകയുള്ളൂ. എന്തായാലും ഇത് ആരുടേതാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ ഈ അസ്ഥികൂടം ആരുടേതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ എപ്പോൾ സംഭവിച്ച മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ച മരണമാണ് എന്ന തരത്തിലേക്ക് വെളിച്ചം വീശുന്ന അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയുള്ളൂ. ഇപ്പോൾ അസ്ഥികൂടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി പോലീസിൻ്റെ ഒരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ മറ്റ് പരിശോധനകൾ, ഈ അസ്ഥികൂടം നിലവിൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പോലീസിൻ്റെ തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഡാൻ? അതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രാഥമികമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. കാരണം ഇത്തരം വിശദാംശങ്ങൾ ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നതിനുള്ള പരിമിതികൾ ഉദ്യോഗസ്ഥർക്ക് കാണാം. എന്തായാലും നിലവിൽ പ്രാഥമികമായ പരിഗണന നൽകുന്നത് ഈ അസ്ഥികൂടം പുരുഷൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അത് ആരുടേതാണ് എന്ന് കണ്ടെത്തുന്നതിന് തന്നെയാണ്. ആ പരിശോധനകൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മാത്രമേ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ടോം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ അസ്ഥികൂടം എവിടെ സൂക്ഷിക്കും എന്ന കാര്യത്തിലടക്കം അത് കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഇതിനോടകം നമുക്ക് പങ്കുവച്ചിട്ടില്ല. സ്വാഭാവികമായി അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റ് നടപടികൾക്ക് വേണ്ടി മാറ്റുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് കൃത്യമായി പരിശോധനകൾക്ക് വിധേയമാക്കും. പ്രാഥമികമായ പരിശോധനകൾ ഫോറൻസിക് സംഘത്തിൻ്റെയും കഴക്കൂട്ടം പോലീസിൻ്റെയും നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഈ കണ്ടെത്തിയിട്ടുള്ള മറ്റ് വസ്തുക്കൾ കൂടി പരിശോധനകൾക്ക് വിധേയമാക്കിയായിരിക്കും കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം മുമ്പോട്ട് നീങ്ങുക. ടോം, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ വാട്ടർ ടാങ്കിലാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം പുറത്തെടുത്തിട്ടുണ്ട്. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിലാണ് ഇന്നലെ അസ്ഥികൂടം കണ്ടെത്തിയത്. കഴക്കൂട്ടം പോലീസും
ഫയർഫോഴ്സും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയാണ് പരിശോധന ആരംഭിച്ചത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ ഒരു കൊലപാതക സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ അസ്വാഭാവികമായ രീതിയിൽ ദുരൂഹ സാഹചര്യത്തിൽ പലരുടെയും മരണങ്ങൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിലും അത്തരം സാധ്യതകളും ഒരു കൊലപാതക സാധ്യത ഉണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. प्लेटफॉर्म नंबर 2 സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തൃപ്പൂണിത്തുറ ചൂരക്കാട് സ്ഫോടനത്തിൽ മുഖ്യപ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു. വടക്കേപ്പുറം കരയോഗം പ്രസിഡന്റ് സജീവ് കുമാർ, സെക്രട്ടറി രാജേഷ്, ട്രഷറർ കെ സത്യൻ എന്നിവരാണ് രാവിലെ 11:30 തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഈ സംഭവത്തിന് ശേഷം 3 പേരും ഒളിവിലായിരുന്നു. നേരത്തെ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും അതോടൊപ്പം ഈ ഏതാനും ചില കരാറുകാരും പിടിയിലായിരുന്നു, ജീവനക്കാരും പിടിയിലായിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, സംഭവം നടന്ന ഈ സ്ഫോടനം നടന്നത് ഈ മാസം 12-ാം തീയതിയാണ്. അതായത് ഇപ്പോഴും ഈ സംഭവം നടന്ന് ഈ സ്ഫോടനം നടന്ന് 18 ദിവസത്തിന് ശേഷമാണ് മുഖ്യപ്രതികളെ പിടികൂടാൻ അവർ കീഴടങ്ങിയത്. ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എവിടെയായിരുന്നു ഒളിവിലെന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഏതെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകാനുണ്ടോ, അതോ ഈ കേസിലെ എല്ലാ പ്രതികളും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടോ? ഇപ്പോൾ മുഴുവൻ പ്രതികളും ഏതാണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ പ്രതികളെ നേരത്തെ നേരത്തെ തെക്കുംപുറം ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് അവർക്കെതിരെയും കേസ് ചുമത്തിയിരുന്നു. കാരണം വടക്കുംപുറം ഭാരവാഹികളുടെ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി വന്നപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നതും തുടർന്ന് മറ്റ് പോലീസ് നടപടികളടക്കമുള്ളവരിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നത്. അതിനുശേഷം മറ്റ് വടക്കുംപുറം ഭാരവാഹികൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. കാരണം തൊട്ട് തലേ ദിവസമാണ് ഇവരുടെ കൂടി ഇത് അനുമതികൾ ഇവർക്കെതിരെയും കേസെടുത്തത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃപ്പൂണിത്തുറ ചൂരക്കാട് സ്ഫോടനത്തിലാണ് മുഖ്യപ്രതികൾ കീഴടങ്ങിയിരിക്കുന്നത്. വടക്കേപ്പുറം കരയോഗം പ്രസിഡന്റ് സജീവ് കുമാർ, സെക്രട്ടറി രാജേഷ്, ട്രഷറർ കെ സത്യൻ എന്നിവരാണ് രാവിലെ 11:30 തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഈ മാസം 12-ാം തീയതിയാണ് ഈ പുതിയകാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് എത്തിച്ച പടക്കശേഖരം സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിൽ സ്ഫോടനമുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 200-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിരുന്നു. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെല്ലാം പിടിയിലായിട്ടുണ്ട്, കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ രീതിയിലുള്ള പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നത് ഇവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യത്തിലായിരുന്നു. ഒരു കൃത്യമായ കാരണം പൂർണ്ണമായി നശിച്ച വീടുകളുണ്ട്, ഭാഗികമായി നശിച്ച വീടുകളുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വലിയ രീതിയിലുള്ള നേരത്തെ ഈ മജിസ്ട്രേറ്റിൽ അന്വേഷണം വരെയും അന്വേഷണത്തിൽ ഉത്തരവിട്ടതാണ്. മജിസ്ട്രേറ്റിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി സബ് കളക്ടർ അവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതാണ്. അന്ന് അവിടുത്തെ ജനങ്ങളുടെ വലിയ ആശങ്ക, പരാതികളും പരിഭവമൊക്കെ അവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യത്തിലായിരുന്നു. ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായിട്ടുണ്ടോ ഡാനി, ഈ സംഭവം നടന്ന ഇത്രയും ദിവസത്തിന് ശേഷം? ടോം, അത്തരം നടപടികളിലേക്ക്, അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഇത്തരം ഒരു പരിശോധനകൾ തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ്. കാരണം ഓരോരുത്തരുടെയും നാശനഷ്ടങ്ങൾ അത് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഏതാണ്ട് 302ഓളം വീടുകൾക്കാണ് ഇവരെ ഒരു നാശനഷ്ടം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. അതിൽ ഒരു വീട് പൂർണ്ണമായി തകരുകയും 6 വീടുകൾ ഭാഗികമായിട്ട് തകർച്ച നേരിടുകയും മറ്റു വീടുകൾക്കെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു നാശനഷ്ടം വളരെ കൃത്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു വലിയ പരാതി എന്ന് പറയുന്നത്
ഇത് വളരെ സാവകാശമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ആരും ഒരു ഉറപ്പും നൽകാത്തൊരവസ്ഥയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം വരാപ്പുഴയിൽ മുട്ടിനകത്ത് നടന്ന പടക്ക സ്ഫോടനം, അത് വർഷം കഴിയുമ്പോഴും അതിന് ആർക്കും തന്നെ ഒരു ഉത്തരവാദിത്വം പറയാനില്ലാത്ത അവസ്ഥയാണ്. 40 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് സർക്കാർ പറയുമ്പോൾ പോലും ഇത് ഒരു നടപടിയും ഇല്ലാതെ തന്നെ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ കുരിക്കാടുള്ള ജനങ്ങളും അനുഭവിക്കുന്നത്. അവർക്കും അത്തരം ഒരു ഭയമുണ്ട്. ഇതുപോലെ സംഭവിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്കും ഭയമുണ്ട്. എന്തായാലും ഈ മജിസ്ട്രേറ്റിയൽ അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു, ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും മറുഭാഗത്ത് തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ മുഖ്യ പ്രതികൾ എന്ന് പറയാവുന്നവർ തന്നെയാണ്. കാരണം വടക്കേപ്പുറം കരയോഗത്തിന്റെ നേതൃത്വത്തിലുള്ള വെടിക്കെട്ട് നടക്കാനിരിക്കുകയായിരുന്നു ഈ അപകടമുണ്ടാകുന്നത്. ഇപ്പോൾ കരയോഗം പ്രസിഡന്റ് സജീവ് കുമാറും സെക്രട്ടറി രാജേഷും ട്രഷറർ സത്യൻ എന്നിവരാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിട്ടുള്ളത്. നേരത്തെ തെക്കുംപുറം ക്ഷേത്ര ഭാരവാഹി തെക്കുംപുറം കരയോഗത്തിന്റെ ഭാരവാഹികളെയും ക്ഷേത്ര ഭാരവാഹികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ തുടരുകയാണ്. എന്തായാലും ടോം ചോദിച്ചതുപോലെ ഈ നഷ്ടപരിഹാരം സംബന്ധിയായ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അത് അവരിലേക്ക് എത്തുമോ, വൈകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഇത് സംബന്ധിച്ച ഇതുവരെയും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്തിയിട്ടില്ല. രണ്ടുപേരുടെ മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ആണ് ഈ ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ വേഗത്തിൽ അത്തരം നടപടികൾ ഉണ്ടാവുന്നതുപോലെ മജിസ്ട്രേറ്റിന്റെ അന്വേഷണം ഒരു വശത്ത്, മറുവശത്ത് പോലീസിന്റെ അന്വേഷണം. ഈ സംഭവത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഈ അന്വേഷണത്തിലൊരു അന്വേഷണ സംഘങ്ങൾക്കൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഡാനി? ടോമി കേസിലെ അന്വേഷണം തുടരുമ്പോൾ പോലീസ് പറയുന്നത്, പോലീസും അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തു വിദഗ്ധർ ഇവരെല്ലാം തന്നെ ഈ സ്ഥലം സന്ദർശിക്കുകയും മറ്റ് കാര്യങ്ങൾ വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. തീർത്തും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത അതുകൊണ്ട് മാത്രമാണ് ഇത് ദുരന്തം സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇതിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ഫോടക വസ്തു ശേഖരം, പടക്കം നിർമ്മിക്കുന്നതിന്, വലിയ ഡൈന അടക്കം നിർമ്മിക്കുന്നതിന് കൊണ്ടുവന്ന ഈ സ്ഫോടക വസ്തുക്കൾ തീർത്തും അലക്ഷ്യമായി, അതും വളരെയധികം ചൂട് കാലാവസ്ഥ നിലനിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ തന്നെയാണ് ഒരു ടെമ്പോ ട്രാവൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരികയും അത് അവിടെ തീർത്തും യാതൊരു വൈദഗ്ധ്യമില്ലാതെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്നു. ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ ഇതിനകത്തുണ്ടാകുകയും ചെയ്തു. ഇത് അശ്രദ്ധ കൊണ്ട് മാത്രം തന്നെ സംഭവിച്ചത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കരാറുകാർക്ക് അടക്കമുള്ളവർക്കെതിരെ ശക്തമായ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ആരെയും സംരക്ഷിക്കില്ല, എല്ലാവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്ന രീതിയിൽ തന്നെയാണ് പലരും ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം അശ്രദ്ധയ്ക്ക് വലിയ രീതിയിൽ പിഴവ് നൽകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടക അന്ന് അത് നടത്താൻ കരാറെടുത്തിരുന്നവർ വടക്കംപുറത്തിന്റെ ആളുകൾ ഇന്ന് അറസ്റ്റ് ആകുമ്പോൾ നേരത്തെ അറസ്റ്റായത് തെക്കുംപുറം ഭാരവാഹികളാണ്. അവർ തലേ ദിവസങ്ങളിൽ കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്തതാണെങ്കിൽ കൂടിയും അവരുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നതും ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യപ്രതികൾ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. കരയോഗം ഭാരവാഹികളായിട്ടുള്ള 3 പേർ, കരയോഗത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച നിരവധി വീടുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും അതിൻ്റെ ആ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. അവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അവരുടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ് ഈ രീതിയിൽ വലിയൊരു ദുരന്തം, വലിയൊരു സ്ഫോടനം ഉണ്ടായത്. അവരുടെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ, അവർക്ക് ഭവനം വെച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ, ഒരു പുനരധിവാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അടിയന്തരമായ ഇടപെടലാണ് ഭരണതലത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ളത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിൽ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വീട്ടമ്മ മരിച്ചൊരു സംഭവമാണ്. അരൂർ പുത്താന സ്വദേശിനി ലീലയാണ് ഉറങ്ങിക്കിടക്കവെ ഭർത്താവ് അശോകൻ തലയിലൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. അശോകന് 1 വർഷം മുന്നേ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നിട്ട് അവശനായ തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോകുമോ എന്ന സംശയത്തെ തുടർന്ന് ഇയാൾ ഭാര്യയെ
കൊലപ്പെടുത്തുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങൽ ചേരുന്നുണ്ട്. അഭിലാഷ്, കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. കാരണം ഈ 1 വർഷത്തോളമായി സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്ന ഭർത്താവിനെ ഈ ഭാര്യ ലീല എന്ന ഭാര്യയാണ് നോക്കിയിരുന്നത്. പക്ഷേ തന്നെ ഈ ഭാര്യയെ ഉപേക്ഷിച്ചു പോകുമോ എന്ന സംശയം കാരണം, ഭയം കാരണം ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഒരു ക്രൂരതയാണ് വർക്കലയിൽ നിന്നും കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഉണ്ടായത്. അവർക്ക് 70% പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. എപ്പോഴാണ് മരണം സംഭവിച്ചത് അഭിലാഷ്? തീർച്ചയായും ഈ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് അശോകന്റെ സംശയം തന്നെയാണ് എന്ന് പറ്റും. കാരണം നേരത്തെ തന്നെ അശോകൻ ഒരു സംശയരോഗിയായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 1 വർഷം മുമ്പ് ശരീരം ഭാഗികമായി തളർന്ന് വീട്ടിൽ ഇയാൾ കഴിയുകയാണ്. ഇതിനുശേഷം ലീല തൊഴിലുറപ്പ് ജോലിക്കും മറ്റും പോയാണ് ഇയാളുടെ ചികിത്സാ ചെലവുകളും വീട്ടിലെ ചെലവുകളും മറ്റും നടത്തിയിരുന്നത്. ഇതിനുശേഷം ഇയാളുടെ സംശയരോഗവും വർദ്ധിച്ചതായും പറയപ്പെടുന്നുണ്ട്. ഈ സംഭവം നടന്ന ദിവസം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കായി ലീലയും മകളും പോയിരുന്നു. അതിനുശേഷം തിരികെ എത്തി വീട്ടിൽ ഉറങ്ങുമ്പോഴാണ് രാത്രി 1:30 മണിയോടെ ഇയാൾ മണ്ണെണ്ണ ഭാര്യയുടെ ശരീരത്തിൽ ഒഴിച്ച ശേഷം തീ കൊളുത്തിയത്. നിലവിളി കേട്ട് അടുത്തുണ്ടായിരുന്ന മകൾ എഴുന്നേറ്റ സമയത്ത് ഇയാൾ മണ്ണെണ്ണ കുപ്പിയുമായി റൂമിനകത്ത് നിൽക്കുന്നതാണ് കണ്ടത്. ഈ വിവരം മകൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് പോലീസ് അശോകനെ കസ്റ്റഡിയിലെടുത്ത് ഈ ചോദ്യം ചെയ്യലിലും ഇയാൾ ഈ ഇത്തരത്തിൽ ഭാര്യ തന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള സംശയം കാരണം താൻ ചെയ്തു തന്നെയാണ് എന്ന് മൊഴി നൽകി. തുടർന്ന് പോലീസ് ഇയാളെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് ശരീരത്തിൽ 70% പൊള്ളലേറ്റാണ് ഈ ലീല ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ലീലയുടെ അന്ത്യം സംഭവിക്കുന്നതായുള്ള വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ 4 മണിയോടുകൂടി ലീലയുടെ മൃതദേഹം വീട്ടിലെത്തിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര നടപടികൾ നടക്കുന്നത്. ഈ ഭർത്താവ് ഈ ലീലയെ കൊലപ്പെടുത്തിയ ശേഷം അശോകനും ആത്മഹത്യക്ക് ശ്രമിച്ചതായി പറയുന്നുണ്ട്. നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ അതോ ആശുപത്രിയിൽ ചികിത്സയിലാണോ അഭിലാഷ്? സംഭവ സ്ഥലത്ത് നിന്നും അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ് കഴിയുന്നതാണ് പോലീസ് പറയുന്നത്. ഇയാളെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് ശരീരത്തിൽ ഇത്തരത്തിൽ പൊള്ളലേറ്റതായ പരിക്കുകളോ മറ്റോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ വീട്ടിലുണ്ടായിരുന്ന ഈ ലീലയുടെ ചെറുമകൾക്ക് ചെറിയ രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു. അന്ന് അത് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടിരിച്ചിരുന്നു. ഇയാൾ ഈ അശോകനെ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വീട്ടമ്മ രാവിലെയാണ് മരിച്ചത്. അയിരൂർ മൂത്താന സ്വദേശിനി ലീലയെ ഉറങ്ങിക്കിടക്കുക ഭർത്താവ് അശോകൻ തലയിലൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകായുക്ത നിയമ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. SDPI ദേശീയ പ്രസിഡന്റ് M മൊയ്തീൻ കുട്ടിയുടെ പാലക്കാട് വിളയൂരിലെ വീട്ടിൽ ED റെയ്ഡ്. ഡൽഹിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് പാലക്കാട്ട് വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് മൊയ്തീൻ കുട്ടി വീട്ടിലില്ലായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പട്ടാമ്പിയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഈ റെയ്ഡ് പൂർത്തിയായി, രാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. റെയ്ഡ് പൂർത്തിയായോ? ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ മൊയ്തീൻ കുട്ടിയുടെ വീട്ടിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്? രാവിലെ പുലർച്ചെ ഒരു 6 മണിയോട് കൂടിയാണ് റെയ്ഡ് ആരംഭിച്ചത്. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് റെയ്ഡിനായി എത്തിയത്. ഒരു ഇന്നോവ കാറിലും ഒരു ട്രാവലറിലുമായാണ് അവർ പരിശോധനയ്ക്ക് എത്തിയത്. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് SDPI ദേശീയ പ്രസിഡന്റായ വെളിയൂർ കൂരാച്ചിപ്പടി സ്വദേശി M മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. കൃത്യമായ കേസുകളിൽ പെട്ട ആളല്ല ഇദ്ദേഹം. കേസുമായി ബന്ധപ്പെട്ടല്ല പരിശോധന നടത്തിയത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യം മൊത്തം നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് ED എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഡൽഹിയിൽ നിന്നുള്ള ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. വിഷ്ണു, ഇപ്പോൾ നിലവിൽ ഈ മൊയ്തീൻ കുട്ടിയുടെ വീട്ടിലെ
റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട്. ഏതെങ്കിലും രേഖകൾ, നിർണായകമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളെ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധന നിലവിൽ പൂർത്തിയാക്കി അവർ മടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്തി എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. സംഭവ സമയം മൊയ്തീൻകുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. മൊയ്തീൻകുട്ടിയുടെ ബന്ധുക്കളാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് കൃത്യമായ വിവരമില്ല ഇതിനെ കുറിച്ചിട്ട്. ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇഡി സംഘം. എന്നാൽ കൃത്യമായ വിവരം ഇവരിൽ നിന്ന് ലഭിച്ചില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ടോം, ഇപ്പോൾ രാജ്യത്തെമ്പാടും ഈ SDPIയുടെ പല നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. പാലക്കാട് ഈ ദേശീയ പ്രസിഡന്റ് മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ മാത്രമാണോ റെയ്ഡ്, അതോ മറ്റ് പല നേതാക്കളുടെയും SDPI നേതാക്കളുടെയും വീടുകളിൽ ഇഡി ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ പരിശോധന നടത്താനുള്ള സാധ്യത കൂടി കാണണോ വിഷ്ണു? ഒരു കൊല്ലം മുമ്പ് ഇതുപോലൊരു റെയ്ഡ് പാലക്കാടുള്ള SDPI നേതാക്കളുടെ വീടിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് അതിനുശേഷം ഇപ്പോഴാണ് SDPI ദേശീയ പ്രസിഡന്റ് മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാവുന്നത്. മറ്റു സ്ഥലങ്ങളിലും റെയ്ഡ് ഉണ്ടാതെ വിവരം ലഭിച്ചിട്ടില്ല. ഒരു കൊല്ലം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും SDPI നേതാക്കളുടെയും വീടുകളിൽ റെയ്ഡും ചില നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇഡി സംഘം. ടോം, അപ്പോൾ എന്തായാലും നിലവിലെ റെയ്ഡിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട SDPIയുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ, SDPIയുടെ പല പ്രമുഖ നേതാക്കളുടെയും വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ ഈ മൊയ്തീൻകുട്ടി വീട്ടിലല്ലായിരുന്നു. ഏതെങ്കിലും രേഖകൾ ഒക്കെ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇവർക്ക് നൽകിയിട്ടുണ്ടോ വിഷ്ണു? ടോം, പരിശോധനാ സമയത്ത് മൊയ്തീൻകുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിലെ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഈ ഭാഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വീട്ടുകാർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ഇഡിക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരം. ടോം, വിഷ്ണു ആണ് പട്ടാമ്പിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. SDPI ദേശീയ പ്രസിഡന്റ് മൊയ്തീൻകുട്ടിയുടെ പാലക്കാട്ടെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ രാവിലെ പരിശോധനയ്ക്കെത്തിയത്. ഉച്ചവരെയും റെയ്ഡ് തുടർന്നു. ചില നിർണായകമായ വിവരങ്ങൾ അവിടെ നിന്നും ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. SDPIയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവിധ നേതാക്കളുടെ വീടുകളിൽ ഇഡി റെയ്ഡ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മൊയ്തീൻകുട്ടിയുടെ വീട്ടിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.